നമ്മൾ അരി അരച്ച് വെച്ച നല്ല ദോശ, നല്ലോണം മാവ് പൊന്തി വന്നു. കുറച്ച് മാവ്, ഇത് നിറച്ച് മാവ് ഉണ്ടായിരുന്നു, കുറച്ച് മാവ് ഞാൻ മാറ്റി വെച്ചു, കുറച്ചെടുത്തു. ഇന്ന് കുറച്ച് മാവ്, കുറച്ച് ദോശ ഇട്ടാൽ മതി. നമുക്ക് ദോശ ഇടാം. ദോശയുണ്ട്, ചമ്മന്തിയാണ്, നല്ല കാന്താരി ചമ്മന്തി, കാന്താരിയും തേങ്ങയും ഉള്ളിയും വെച്ചിട്ടുള്ള ചമ്മന്തി. പിന്നെ നമ്മൾ 2 മുട്ട പുഴുങ്ങിയിട്ടുണ്ട്. ഒരു പഴം 2ആയിട്ട് മുറിച്ച് പുഴുങ്ങി. നമുക്കിതൊന്ന് മറിച്ചിടാം. ദോശയായിട്ടുണ്ട്. നമുക്കെടുത്ത് ഇതിലേക്കിടാം. നമുക്ക് അടുത്ത ദോശ ഒഴിക്കാം. നല്ല മയമുള്ള ദോശയായിട്ട്, നല്ല സോഫ്റ്റായിട്ടുണ്ട് ദോശ. ദോശയും ചമ്മന്തി എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. ദോശയും ചമ്മന്തി, ഇഡ്ഡലി, ദോശ, ചമ്മന്തി, പിന്നെ ഒരു സാമ്പാർ അല്ലേ, അതൊക്കെ നമുക്ക് വളരെ ഇഷ്ടമുള്ള ഭക്ഷണമാണ്. ഷുഗറുള്ളവർക്കൊക്കെ, അരി കഴിക്കാൻ പറ്റാത്തവർക്കും, അരിയിൻ്റെ പലഹാരം കഴിക്കാൻ പറ്റാത്തവർക്കും, ചോറ് കഴിക്കാൻ പറ്റാത്തവർക്കും ഇഡ്ഡലി, ദോശ ഒരെണ്ണം കഴിക്കാം. ഞാൻ ചോറ് ഉണ്ണാറില്ല കേട്ടോ, ഈ ഷുഗറുള്ളതുകൊണ്ട്. അതുകൊണ്ട് ഞാൻ ഇഡ്ഡലി ദോശയൊക്കെ ആണെങ്കിൽ ഞാൻ ഒരു ഇഡ്ഡലി ഒരു ദോശയൊക്കെ ഞാൻ കഴിക്കാറുണ്ട്. ഏത്തപ്പഴമൊന്നും ഞാൻ കഴിക്കാറില്ല. ഏത്തപ്പഴത്തിനൊക്കെ ഭയങ്കര മധുരമല്ലേ, ഷുഗർ കൂടും. ഞാനൊരു ഏത്തപ്പഴം കഴിച്ച് ഒരു ചെറിയ കഷ്ണം കഴിച്ചാൽ എനിക്ക് കുറേ കഴിയുമ്പോൾ എനിക്കറിയാം ഭയങ്കര ഒരു ഷുഗർ കൂടിയ പോലെ എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിക്കാറില്ല. ദോശ ഇഡ്ഡലി ആണെങ്കിൽ ഒരെണ്ണം കഴിക്കും. ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മുത്താരി കൊണ്ടോ, അല്ലെങ്കിൽ ബജറ പൊടി ഉണ്ടാവും, മുത്താരിപ്പൊടിയുണ്ട്, ചോളം, നമ്മൾ ഈ പുഴുങ്ങാൻ വേണ്ടി മേടിക്കുന്ന ചോളമില്ലേ, ആ ചോളം മേടിച്ചിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെയാണ് ഞാൻ കഴിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. ചോറ് കഴിച്ചില്ല എന്ന് വിചാരിച്ചിട്ടൊന്നും എനിക്ക് അങ്ങനത്തെ ക്ഷീണങ്ങളൊന്നും എന്നെ ബാധിക്കുന്നില്ല. എല്ലാവരും പറയും ഒരു നേരം ചോറ് കഴിച്ചില്ലെങ്കിൽ ഭയങ്കര ക്ഷീണമാണ്. പക്ഷേ എനിക്ക് ക്ഷീണമായിട്ടൊന്നും തോന്നാറില്ല കേട്ടോ. അങ്ങനെയൊന്നും, അസുഖം കൊണ്ടുള്ള ക്ഷീണം മാത്രമേ ഉള്ളൂ. അസുഖമുള്ളത് കൊണ്ട് നമുക്ക് പല അസുഖങ്ങളും ഉള്ളതുകൊണ്ട് ക്ഷീണം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ചോറ് കഴിക്കാത്തത് കൊണ്ടുള്ള ക്ഷീണം എനിക്ക് എൻ്റെ മനസ്സിന് തോന്നിയിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് പിന്നെ ഞാൻ അതിനെപ്പറ്റി കൂടുതൽ എനിക്കറിയില്ല.
നമുക്ക് വിശക്കുന്നതിന് എന്തെങ്കിലും കഴിച്ചാൽ മതി എന്നുള്ളതാണ് എൻ്റെ. പിന്നെ അരിൻ്റെ കഴിക്കാനും മേലല്ലോ, അപ്പോൾ അരി അല്ലാത്ത എന്തെങ്കിലും നമ്മൾ കഴിക്കും. ചമ്മന്തി നല്ല നല്ല കാന്താരി വെച്ച് നല്ല ചമ്മന്തി ഉള്ളിയൊക്കെ വെച്ചിട്ട് അരച്ചടി എന്ത് ടേസ്റ്റാണ്. അത് കൂട്ടി ദോശ കഴിച്ചാലേ അത് സൂപ്പറാണ്. അപ്പം നിങ്ങളെല്ലാവരും ഞാനുണ്ടാക്കിയ ദോശ കഴിക്കണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അടുത്തൊരു വീഡിയോ കാണാം നമുക്ക്. ബൈ.